കേരളത്തിലെ താനെയിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരു യുവതിക്ക് നേരെ നടന്ന ക്രൂരമായ ലൈംഗികാതിക്രമ ശ്രമത്തെ ചെറുക്കുന്നതിനിടെ മുൻ കരസേനാ ഉദ്യോഗസ്ഥനായ മലയാളി നടത്തിയ വെടിവയ്പിൽ അക്രമി സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. താനെയിലെ മുംബ്രയിൽ ഏപ്രിൽ 2 വ്യാഴാഴ്ച പകൽ വെളിച്ചത്തിലായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. വ്യാഴാഴ്ച രാവിലെ 11:30ഓടെയാണ് താനെയിലെ സുമൻ തായ് ചവാൻ ഹിന്ദി പ്രൈമറി സ്കൂളിന് സമീപം കൈലാഷ് നഗറിൽ സംഭവം നടക്കുന്നത്. അനു ഷെയ്ഖില എന്ന യുവതിയെ അബ്ദുൾ ഹസൻ ഷെയ്ഖ്, അക്ബർ അബ്ദുൾ ഷെയ്ഖ്, സമീർ അഹമ്മദ് എന്നീ മൂവർ സംഘം ഏറെ നാളായി പിന്തുടർന്ന് ശല്യം ചെയ്യുകയായിരുന്നു. പതിവ് പോലെ ഇന്നലെയും യുവതിയെ തടഞ്ഞു നിർത്തി ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ച അക്രമി സംഘം ഭീഷണിപ്പെടുത്തി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ സമയത്ത് അതുവഴി എത്തിയ ജയൻ ശിവാനന്ദൻ നായർ എന്ന മലയാളി യുവാവ് അക്രമികളെ തടയാൻ ശ്രമിക്കുകയും അവരുമായി ശക്തമായ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. യുവതിയെ സഹോദരിയെ പോലെ കരുതി സംരക്ഷിക്കാൻ ശ്രമിച്ച ജയൻ അക്രമികളുടെ ശല്യം അസഹനീയമായതോടെ തന്റെ കൈവശമുണ്ടായിരുന്ന നാടൻ തോക്കെടുത്ത് വെടിയുതിർക്കുകയായിരുന്നു. മുൻപ് കരസേനയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ആളാണ് ജയൻ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെടിവയ്പിനെ തുടർന്ന് ഗുരുതരമായ പരിക്കേറ്റ അക്ബർ അബ്ദുൾ ഷെയ്ഖ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. പരിക്കേറ്റ മറ്റ് രണ്ടുപേരായ അബ്ദുൾ ഹസൻ ഷെയ്ഖ്, സമീർ അഹമ്മദ് എന്നിവരെ കൽസേക്കർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് യുവതിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ജയനെ കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുകയാണ്. ഒരു യുവതിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആയുധമെടുക്കാൻ മുതിർന്ന ജയന്റെ നടപടി നാട്ടുകാരെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അതെ, പകൽ വെളിച്ചത്തിൽ തിരക്കേറിയ സ്കൂൾ പരിസരം പെട്ടെന്നൊരു യുദ്ധക്കളമായി മാറുകയായിരുന്നു. അക്രമികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ യുവതി നിലവിളിച്ചപ്പോൾ അവിടെ ഒരു രക്ഷകനായി ജയൻ ശിവാനന്ദൻ നായർ പ്രത്യക്ഷപ്പെട്ടു. അക്രമികളുടെ മുഖത്തെ അഹങ്കാരത്തിന് മുന്നിൽ ഭയന്നു പിന്മാറാൻ ജയൻ തയ്യാറായിരുന്നില്ല. വാക്കുകൾ കൊണ്ട് തടയാൻ ശ്രമിച്ച ജയന് നേരെ ആക്രമികൾ തിരിഞ്ഞതോടെ രംഗം വഷളായി. ആക്രമികൾ യുവതിയെ വലിച്ചിഴയ്ക്കാൻ തുടങ്ങിയതോടെ മുൻ സൈനികന്റെ ഉള്ളിലെ പോരാളി ഉണർന്നു. താൻ സഹോദരിയായി കാണുന്ന പെൺകുട്ടിയുടെ നേർക്ക് നീണ്ട കൈകളെ തടയാൻ ജയൻ തന്റെ കൈവശമുണ്ടായിരുന്ന ആയുധം പുറത്തെടുത്തു. നിമിഷ നേരം കൊണ്ട് അന്തരീക്ഷത്തിൽ വെടിയൊച്ച മുഴങ്ങി. പുകപടലങ്ങൾക്കിടയിൽ അക്രമികൾ നിലത്തു വീണപ്പോൾ അവിടെ നിശബ്ദത തളം കെട്ടി. ഒട്ടും വൈകാതെ ഭയന്നു വിറച്ച ആ യുവതിയെയും ചേർത്ത് പിടിച്ച് ജയൻ അവിടെ നിന്ന് നീങ്ങാൻ ശ്രമിച്ചെങ്കിലും ആയുധധാരിയായ ജയനെ പോലീസ് വളയുകയായിരുന്നു. നീതിക്കും അനീതിക്കുമിടയിലുള്ള നേർത്ത വരയിൽ നടന്ന ഈ പോരാട്ടം ഒടുവിൽ രക്തത്തിൽ കുതിർന്ന ഒരു ദുരന്തമായി മാറുകയായിരുന്നു.